നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മെനുവിൽ ഞാനൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാടൻ സാമ്പാർ. വറുത്ത് അരച്ചിട്ടുള്ള സാമ്പാറാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതായത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു സാമ്പാർ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പരിപ്പ് വേവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളും ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേവ് കൂടിയ പരിപ്പാണെങ്കിൽ പരിപ്പ് സെപ്പറേറ്റായിട്ട് വേവിക്കാം. പരിപ്പ് വേവിച്ചതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ്, അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4 കോവയ്ക്ക, ഒരു കോവയ്ക്ക 4ആയിട്ട് കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനൊരു ചെറിയ സവോളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ബാക്കി ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വേണ്ടത് മുരിങ്ങക്കായാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പുളിവെള്ളം തയ്യാറാക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതുപോലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ വെണ്ടക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ആ വെണ്ടക്കയുടെ വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ വെണ്ടക്ക വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഇനി ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 15 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതേ പാനിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം ചേർക്കരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഒരു നുള്ള് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ചെറിയ കഷ്ണം കായം കൂടെ ചേർക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കായപ്പൊടിയാണെങ്കിൽ നിങ്ങൾ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഈ കായം ഒരു വൈറ്റ് കളറാവുന്ന സമയത്ത് നമ്മളിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുവാണ്. അതേപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളി, ഒരു പിടി കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്യരുത്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം തേങ്ങയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ പോവും. നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാമറയിൽ കളർ കുറച്ച് കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ വഴറ്റിയെടുക്കാം. എന്തായാലും ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ പൊടി വഴണ്ട് വരുന്ന സമയത്ത് തന്നെ തേങ്ങയും ഫ്രൈ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് പൊടിയായിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതായത് വലിയ 2 സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടും സാമ്പാറിന്.
അപ്പോൾ ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണെങ്കിൽ 2 സ്പൂൺ ആഡ് ചെയ്തോളൂ, അപ്പോൾ എരിവൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കണം. അപ്പോൾ അതാ നമ്മളുടെ പൊടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കായവും കൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കായവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കുക, അതിനുശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ കഷ്ണത്തിലൊന്നും ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം തേങ്ങയൊക്കെ ഒന്ന് കറക്കിയെടുക്കുക മിക്സിയിൽ, അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ അരപ്പിട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, തിളച്ച് കുറുകി വരണം. നിങ്ങൾ എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനേക്കാളും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തിളപ്പിക്കുക. അപ്പോൾ അതാ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ താളിച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താളിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഇരിക്കും തോറും ഇനിയും കുറുകി വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വറുത്തരച്ച സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്